ഹരിയോ. ഇന്ന് നമുക്ക് മഹാബലിയുടെ തത്വത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. മഹാബലിയുടെ കഥ വളരെ പ്രസിദ്ധമായ ഒരു പുരാണ കഥയാണ്. പുരാണങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായ തത്വങ്ങളെ കഥയിൽ ഒളിപ്പിച്ചു വെച്ചാണ് അവ പ്രദാനം ചെയ്യുന്നത്. അതായത് പുരാണ കഥകൾ ശ്രവിക്കുന്ന സമയത്ത് അതിൽ ഒളിഞ്ഞിരിക്കുന്ന പരോക്ഷമായി അത് പറയുന്ന തത്വത്തെ മനനം ചെയ്ത് ഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ ആ കഥാശ്രവണം സാർത്ഥകമാവൂ. എന്നാൽ ഒട്ടുമിക്ക ആൾക്കാരും കഥകൾ കേട്ട് ആസ്വദിക്കുന്നതല്ലാതെ അതിലെ തത്വത്തെ ഗ്രഹിക്കാൻ പരിശ്രമിക്കാറില്ല. അതുകൊണ്ട് പല പുരാണ കഥകളും കേവലം കഥകളായി അവശേഷിക്കുന്നു. മഹാബലിയുടെ കഥയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. മഹാബലിയുടെ കഥ വളരെ സൂക്ഷ്മമായ ഒരു തത്വത്തെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ അവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു തത്വമാണ് മഹാബലി നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കിന്ന് ആ തത്വത്തെ ഒന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് മഹാബലി എന്നാണ്. വളരെയധികം ബലം ഉള്ളവൻ. ബലം എന്ന് പറയുമ്പോൾ ശരീരത്തിനും മനസ്സിനുമാണ് ഉള്ളത്. അപ്പോൾ വളരെയധികം ബലമുള്ളവൻ എന്ന് പറയുമ്പോൾ ശരീരവും മനസ്സിനോടും താദാത്മ്യം പ്രാപിച്ചു നിൽക്കുന്നവനാണെന്ന് ഗ്രഹിക്കണം. ശരീരത്തോടും മനസ്സിനോടും താദാത്മ്യം പ്രാപിച്ചു നിൽക്കുന്ന ബോധമാണ് മഹാബലി. ബോധം വാസ്തവത്തിൽ പരിശുദ്ധമാണ്, പൂർണ്ണമാണ്, അതിന് ഒരു പരിമിതിയുമില്ല. എന്നാൽ ആ ബോധം ശരീര മനോബുദ്ധികളോട് ചേർന്ന് നിൽക്കുമ്പോൾ താൻ ഈ പരിമിതിയുള്ളവനാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഈ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നത്. വാസ്തവത്തിൽ ജീവൻ എപ്പോഴും മുക്തൻ തന്നെയാണ്. എന്നാൽ തൻ്റെ ആ മുക്താവസ്ഥയെ വിസ്മരിച്ചുകൊണ്ട് ബന്ധനത്തെ സ്വീകരിച്ച് അതിൽ ദുഃഖിക്കുകയും സുഖിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ ഭാവത്തെയാണ് മഹാബലി സൂചിപ്പിക്കുന്നത്, അതായത് ജീവന്റെ ഭാവം. അപ്പൊ ശരീരത്തോടും മനസ്സിനോടും താദാത്മ്യമുണ്ടെന്ന് ആ മഹാബലി ശബ്ദത്തിൽ നിന്നും ഗ്രഹിക്കണം. ആ ഒരു താദാത്മ്യം കൊണ്ടുണ്ടാവുന്ന ഒരു ദോഷമാണ് അഹങ്കാരം, ഞാൻ എന്ന ഭാവം. അതായത് ശരീരം, മനസ്സ്, ബുദ്ധി ഇവയെല്ലാം തന്നെ പല വസ്തുക്കളും ചേർത്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ പലതും കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ ജീവൻ താദാത്മ്യം പ്രാപിച്ച് താൻ എന്ന ഒരു വ്യക്തിത്വത്തിന് ജന്മം കൊടുക്കുന്നു. താൻ ഈ ശരീരം, മനസ്സ്, ബുദ്ധിക്കുള്ളിലുള്ള പരിമിതനായിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അത് തെറ്റിദ്ധരിക്കുന്നു. ഈ ഒരു വ്യക്തിഭാവമാണ് അഹങ്കാരം, ഞാൻ എന്ന ഭാവം. അപ്പോൾ ജീവന്റെ അഹങ്കാരമുള്ള അവസ്ഥയാണ് മഹാബലി കഥയുടെ തുടക്കത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ മഹാബലി എന്നാൽ ജീവനാണ്, അഹങ്കാരമുള്ള ജീവനാണ്. ഇങ്ങനെ അഹങ്കാരമുള്ള ജീവൻ എന്താണ് ചെയ്യുന്നത്? അത് 3 ലോകങ്ങളെയും കീഴ്പ്പെടുത്തുന്നു. അതായത് 3 ലോകങ്ങളെയും തൻ്റേതാക്കുന്നു. ലോകം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നത്. നമ്മൾ കാണുന്ന 3നെയാണ് ഇവിടെ 3 ലോകങ്ങളായിട്ട് പറയുന്നത്. നമ്മൾ കാണുന്ന 3 ഏതാണ്? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഇന്ദ്രിയങ്ങളിലൂടെ പുറമേയുള്ളതിനെ നമ്മൾ അനുഭവിക്കുമ്പോൾ അത് ജാഗ്രത് എന്ന അവസ്ഥയായിട്ട് അറിയപ്പെടുന്നു. അതിനെ വിട്ട് മനസ്സിന്റെ മാത്രം തലത്തിൽ അനുഭവങ്ങൾ നേടുമ്പോൾ അത് സ്വപ്നം എന്ന അവസ്ഥയായിട്ട് അറിയപ്പെടുന്നു. ഇത് രണ്ടും ഉപേക്ഷിച്ച് അനുഭവിക്കാൻ വിഷയങ്ങളും ഒന്നുമില്ല എന്ന ആ ശൂന്യതയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് സുഷുപ്തി എന്ന അവസ്ഥ. അതായത് സുഷുപ്തിയിൽ ബോധമില്ല എന്ന് പറയാൻ പറ്റില്ല, അവിടെയും ബോധമുണ്ട്, പക്ഷെ അവിടെ അനുഭവിക്കാൻ വിഷയമൊന്നുമില്ല. അപ്പോൾ വിഷയരാഹിത്യത്തിന്റെ അനുഭവമാണ് സുഷുപ്തി, ഗാഠമായ നിദ്ര. ഇത് 3ഉം ബോധം കാണുന്ന മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് ഇത് 3നെയും ലോകങ്ങൾ എന്ന് വിളിക്കാം. ഈ 3 ലോകങ്ങളെയും മഹാബലി തൻ്റേതാക്കി. അതായത് ഇത് 3നോടും മഹാബലിക്ക് മമത്വം ഉണ്ടായി. എൻ്റേതെന്ന ഭാവമാണ് മമത്വം. അഹങ്കാരം ഉണ്ടെങ്കിൽ അവിടെ മമത്വം ഉണ്ടാവും. അപ്പൊ മഹാബലിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മഹാബലി എന്ന പേര്. അതോടുകൂടി അദ്ദേഹം മമത്വത്തെ സ്വീകരിച്ചു. അപ്പൊ ജീവൻ ഈ 3 ലോകത്തെയും തൻ്റേതാക്കി. ഇങ്ങനെ അഹങ്കാരവും മമത്വവും ഉണ്ടായാൽ പിന്നെ അവിടെ 2 കാര്യങ്ങൾ സ്വാഭാവികമായും സംഭവിക്കും. ആദ്യത്തേത് കർത്തൃത്വം, രണ്ടാമത്തേത് ഭോക്തൃത്വം. കർത്തൃത്വം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഭാവം, ഭോക്തൃത്വം എന്ന് പറഞ്ഞാൽ ഭോക്താവിന്റെ ഭാവം. അതായത് ഞാൻ ഒരു വ്യക്തിയാണ് എന്ന തോന്നൽ അഹങ്കാരത്തിൽ വന്നു. ഈ 3 ലോകങ്ങളും എൻ്റേതാണ് എന്ന ഭാവം വന്നു. അത് കഴിഞ്ഞാൽ ഞാൻ പലതും ചെയ്യുന്നു, പലതും അനുഭവിക്കുന്നു എന്ന് സ്വാഭാവികമായും തോന്നാൻ തുടങ്ങും. ഈ ചെയ്യുന്നു എന്ന തോന്നൽ കർത്തൃത്വം, അനുഭവിക്കുന്നു എന്ന തോന്നൽ ഭോക്തൃത്വം. ഇത് രണ്ടും മഹാബലിക്ക് സംഭവിച്ചു. അതുകൊണ്ട് മഹാബലി പ്രവൃത്തി ചെയ്തു. എന്താ ചെയ്തേ? ഇന്ദ്രനെ സ്വർഗത്തിൽ നിന്നും എടുത്ത് മാറ്റി. ഇന്ദ്രനെ അവിടെ നിന്നും മാറ്റി അവിടെ തൻ്റെ ശാസനത്തെ ചെയ്തു. അതായത് താൻ തന്നെ ഇന്ദ്രനായിട്ട് ഭവിച്ചു.
അപ്പോൾ ഇന്ദ്രനെ മാറ്റുക ആ കർത്തൃത്വത്തെ സൂചിപ്പിക്കുന്നു. പകരം ഇന്ദ്രന്റെ സ്ഥാനം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ഭോക്തൃത്വത്തെ സൂചിപ്പിക്കുന്നു. ഇന്ദ്രൻ മനസ്സിന്റെ പ്രതീകമാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ രണ്ട് തലത്തിലുണ്ട്, സുഖവും ദുഃഖവും. ഇവ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇതിനെ അനുഭവിക്കുന്നത് വാസ്തവത്തിൽ മനസ്സാണ്, ബോധമല്ല. ബോധം വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ സുഖിക്കുന്നതും ദുഃഖിക്കുന്നതും വാസ്തവത്തിൽ മനസ്സാണ്. എന്നാൽ അഹങ്കാരവും മമത്വവുമുള്ള ബോധം, ആ ജീവൻ കർത്തൃത്വത്തെയും ഭോക്തൃത്വത്തെയും ഏറ്റെടുക്കുന്നു. അപ്പൊ ഞാൻ ചെയ്യുന്നുവെന്നും ഞാൻ അനുഭവിക്കുന്നുവെന്നും തെറ്റിദ്ധരിക്കുന്നു. വാസ്തവത്തിൽ പ്രവൃത്തി ചെയ്യുന്നതും ശരീരവും മനസ്സും ബുദ്ധിയാണ്, ഭുജിക്കുന്നതും ശരീരവും മനസ്സും ബുദ്ധിയാണ്. എന്നാൽ ഇത് താനാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ഇന്ദ്രന്റെ സ്ഥാനം സ്വയം ഏറ്റെടുത്തു. അതായത് മനസ്സിന്റെ സ്ഥാനത്ത് സ്വയം നിന്നുകൊണ്ട് ഭുജിക്കുകയാണ്. അപ്പൊ ആ ഭോഗാവസ്ഥയെ ജീവൻ നേടി. അപ്പൊ ഇതിനെയാണ് ഇന്ദ്രനെ പുറത്താക്കി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നു. അത് കഴിയുമ്പോൾ ഈ ജീവൻ ഒരു സത്പ്രവൃത്തി ചെയ്യുന്നു. എന്താണത്? ഒരു യാഗം നടത്തുന്നു. യാഗം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്, കൊടുക്കലാണ്. അതായത് ഈശ്വരനെ ആരാധിക്കുകയാണ്. ഇത്രയും കാലം താൻ ഒരു ജീവനാണ്, താൻ ഈ ശരീരത്തിൽ പരിമിതനാണ്, ഇതൊക്കെ തൻ്റെയാണ് എന്നുള്ള ഭാവത്തിൽ, ഇതിൽ താൻ പലതും ഭുജിക്കുന്നു, പലതും ചെയ്യുന്നു എന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഈശ്വര വിചാരമുണ്ടായി. ഇതിനെല്ലാം ആധാരമായി എന്തെങ്കിലും ഒന്നുണ്ടോ എന്ന് ജീവൻ അന്വേഷിക്കാൻ തുടങ്ങി. ആ ഈശ്വരാന്വേഷണമാണ് യാഗം. അപ്പൊ മഹാബലി യാഗം നടത്തുന്നു. ആ യാഗം നടത്താൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഈശ്വരനെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ ഈശ്വരനെ ലഭിക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. മഹാബലിയുടെ യാഗശാലയിലേക്ക് സാക്ഷാത് വാമനമൂർത്തി വരുന്നു. വാമനൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ്. ഈശ്വരന്റെ ഭാവം എന്താ? ഏറ്റവും സൂക്ഷ്മമായ, അതായത് സൂക്ഷ്മത്തെക്കാൾ സൂക്ഷ്മമായിട്ടുള്ള വസ്തുവാണ്, തൻ്റെ തന്നെ സ്വരൂപമാണ് ഈശ്വരൻ. അപ്പൊ ഈശ്വരന്റെ ആ സൂക്ഷ്മതയെ വ്യക്തമാക്കാനായിട്ട് അദ്ദേഹത്തെ ചെറിയ ആളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഉയരമില്ലാത്തവൻ എന്നതുകൊണ്ട് വാമനൻ എന്ന പേര് കിട്ടി. അപ്പൊ ഉയരമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എൻ്റെ സത്തയായിരിക്കുന്ന ആ സൂക്ഷ്മ വസ്തുവിനെ ഞാൻ കാണുന്നു. അതാണ് വാമന ദർശനം, വാമന ആഗമനം. അങ്ങനെ വന്നിരിക്കുന്ന വാമനനോട് മഹാബലി ചോദിക്കുന്നു, എന്താണ് വേണ്ടത്? അപ്പോൾ ഈശ്വരനെ ഉപാസിക്കുകയാണ്. ആ സമയത്ത് വാമനൻ പറയുന്നു, എനിക്ക് 3 അടി മണ്ണ് വേണം. ബലി അത് കൊടുക്കുന്നു. അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമർപ്പണം ചെയ്യുകയാണ്. എന്താണ് 3 അടി കൊണ്ട് വാമനൻ എടുത്തത്? ആദ്യത്തെ 2 അടി കൊണ്ട് 3 ലോകങ്ങളെയും അളന്നു. 3 ലോകങ്ങൾ നമ്മൾ കണ്ടതാണ്, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഇവയോടുള്ള മമത്വമാണ് ഈ ലോകങ്ങളെ കീഴ്പ്പെടുത്തുന്നത് കൊണ്ട് നമ്മൾ ഗ്രഹിച്ചത്. അപ്പൊ മമത്വത്തെ ആദ്യം സമർപ്പിച്ചു. ഇതെന്റേതാണ് എന്നുള്ള തെറ്റിദ്ധാരണയെ ഉപേക്ഷിച്ചു. ഇത് വാസ്തവത്തിൽ ഭഗവാന്റെയാണ്. അപ്പൊ ഭഗവാന് കൊടുത്തു. ഇതാണ് യജ്ഞത്തിന്റെ രഹസ്യം. ഇദം ന മമ എന്ന മന്ത്രം യജ്ഞത്തിൽ കേൾക്കാൻ സാധിക്കും. ഇതെന്റെ അല്ല. ഇത്രയും കാലം ഞാൻ എൻ്റേതെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, ഇത് വാസ്തവത്തിൽ ഈശ്വരനുള്ളതാണ്. ഇതിനെ എല്ലാ കാലത്തും നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. അപ്പൊ ആ ഈശ്വരന് ഞാൻ സമർപ്പിച്ചു. അതാണ് 3 ലോകം 2 അടി കൊണ്ട് അളന്നത്. അങ്ങനെ 3 ലോകങ്ങളും സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ 1 അടിയും കൂടി ശേഷിക്കുന്നുണ്ട്. അപ്പൊ വാമനൻ ചോദിച്ചു, എന്താണ് അവസാനമായിട്ട് തരാനുള്ളത്? അപ്പൊ മഹാബലി തൻ്റെ ശിരസ് തന്നെ കാണിച്ചു കൊടുത്തു. അതായത് മമത്വം കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് കൊടുക്കേണ്ടത് അഹങ്കാരമാണ്. അപ്പൊ ശിരസിനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് അഹങ്കാര സമർപ്പണമാണ്. അപ്പൊ മമത്വവും അഹങ്കാരവും പോയാൽ സ്വാഭാവികമായി അവിടെ കർത്തൃത്വവും ഭോക്തൃത്വവും പോയി എന്ന് ഗ്രഹിക്കണം. അപ്പൊ ആ അഹങ്കാര സമർപ്പണം, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമർപ്പണം. ആദ്യം തൻ്റേതെന്ന് കരുതിയത് മുഴുവൻ കൊടുത്തു, പിന്നീട് തന്നെ കൊടുക്കുകയാണ്. താൻ എന്ന ഈ പരിമിത ബോധത്തെ തന്നെ സമർപ്പിക്കുകയാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സമർപ്പണം അദ്ദേഹം നടത്തി. അതുകൊണ്ടും അദ്ദേഹം മഹാബലിയായി. ആദ്യം ബലമുള്ളത് കൊണ്ടായിരുന്നു മഹാബലി, ഇപ്പോൾ ബലി കൊടുത്തത് കൊണ്ടാണ് മഹാബലി. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ബലി അദ്ദേഹം കൊടുത്തു. ബലി എന്നാൽ സമർപ്പണം എന്നാണ് അർത്ഥം. അപ്പൊ ഏറ്റവും വലിയ സമർപ്പണം കൊടുത്തു. എന്താ? തന്നെ സമർപ്പിച്ചു. അപ്പൊ തൻ്റേതെന്ന് കരുതിയത് കൊടുത്തു, പിന്നീട് തന്നെ കൊടുത്തു. അങ്ങനെ 3ഉം സമർപ്പിച്ചത് കൊണ്ട്, അതായത് 3 ലോകങ്ങളെയും തൻ്റെ അഹങ്കാരത്തെയും സമർപ്പിച്ചത് കൊണ്ട് അദ്ദേഹം മഹാബലിയായി, ഏറ്റവും വലിയ സമർപ്പണം നടത്തിയവനായി. അപ്പൊ അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടി? വാമനൻ അദ്ദേഹത്തിന് സുതലം കൊടുത്തു. പൊതുവെ കഥ പറയുമ്പോൾ ചിലരൊക്കെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നൊക്കെ പറയും. പുരാണങ്ങളിൽ അങ്ങനെ കാണുന്നില്ല. അദ്ദേഹത്തിന് സുതലം കൊടുത്തു എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഭാഗവതത്തിലൊക്കെ അത് വിശദമായി പറയുന്നുണ്ട്. സുതലം കൊടുത്തു എന്ന് പറഞ്ഞാൽ സുതലം, നല്ല തലം കൊടുത്തു. ആ സുതലത്തിന്റെ വിശേഷണം എന്താണ്? ഇന്ദ്രന് സ്വർഗത്തിൽ കിട്ടുന്ന സുഖത്തേക്കാൾ വലിയ സുഖമാണ് അവിടെയുള്ളത്. അതായത് ഇന്ദ്രന് പോലും കിട്ടാത്ത സുഖമുള്ള ലോകം ബലിക്ക്, മഹാബലിക്ക് കൊടുത്തു.
ഇന്ദ്രൻ മനസ്സിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞു. മനസ്സിന് അനുഭവിക്കാൻ സാധിക്കുന്നത് സുഖവും ദുഃഖവുമാണ്. എന്നാൽ ആത്മാവ് അനുഭവിക്കുന്നത് പരമാനന്ദമാണ്. അപ്പൊ ആ സ്വരൂപാനന്ദത്തെ കൊടുത്തു എന്ന് സൂചിപ്പിക്കാനാണ് സുതലം കൊടുക്കുന്നത്. അവിടെ ഉള്ള സുഖം ഇന്ദ്രന് പ്രാപ്യമല്ല. മനസ്സിന് ഒരിക്കലും ആ സുഖം അനുഭവിക്കാൻ പറ്റില്ല. അത് പരമാനന്ദമാണ്, ആത്മാവിന്റെ സ്വരൂപമാണ്. അതിനെ ആത്മാവ് മാത്രം അറിയുന്നു. അതായത് താൻ തൻ്റേതെന്ന് കരുതിയതും താൻ എന്ന പരിമിത ബോധത്തെയും സമർപ്പിച്ചപ്പോൾ കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ലാതെയായി താൻ ശുദ്ധമായ ബോധമായി. അതായത് ഏതൊരു ഈശ്വരനെയാണോ ഉപാസിച്ചത് ആ ഈശ്വരൻ താൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പരമാനന്ദമാണ് സുതലം. ഈശ്വരനെ ഉപാസിക്കുക എന്ന പദത്തിൽ തന്നെ ഈ രഹസ്യമുണ്ട്. കാരണം ഉപാസന എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക എന്നാണ് അർത്ഥം. ഈശ്വരന്റെ അടുത്ത് നമ്മൾ ഇരിക്കുന്നത് എന്തിനാണ്? ഈശ്വരനെ ഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഒരു വ്യക്തിയുടെ അടുത്തിരുന്ന് നമ്മൾ അയാളെ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഈശ്വരനെ അറിയാൻ വേണ്ടിയാണ് ഈശ്വരന്റെ അടുത്തിരിക്കുന്നത്. അങ്ങനെ ഈശ്വരനെ അറിയും തോറും നമ്മുടെ ഓരോ ലെയറായിട്ട് അഴിഞ്ഞു പോകും. അത് കഴിഞ്ഞാൽ ശുദ്ധമായ ബോധം നമുക്ക് സിദ്ധിക്കും. അപ്പോൾ നമ്മൾ അറിയും ഏതൊരു ഈശ്വരനെയാണോ ഞാൻ അന്വേഷിച്ചത് അത് ഞാൻ തന്നെയാണ്, എൻ്റെ സ്വരൂപം തന്നെയാണ്. ഈ സ്വരൂപം സച്ചിദാനന്ദമാണ്. ഈ സച്ചിദാനന്ദാനുഭൂതിയെ സുതലമായിട്ട് പറയുന്നു. അപ്പോൾ ഒരു ജീവൻ തൻ്റെ അഹങ്കാരവും മമത്വവും കൊണ്ട് ആദ്യം ദുഃഖിക്കുകയും പിന്നീട് അതിനെ ഈശ്വരാർപ്പണമായി സമർപ്പിക്കുകയും തദ്വാര ഈശ്വര സാക്ഷാത്കാരം നേടുകയും ചെയ്യുന്ന പ്രയാണമാണ് മഹാബലിയുടെ കഥ. അപ്പൊ സാധന ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഉപദേശമാണ്, സാധകന്റെ പ്രയാണമാണ് വാസ്തവത്തിൽ ഈ കഥയിലുള്ളത്. അപ്പൊ ഈ കഥ ശ്രവിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ തത്വത്തെ സൂക്ഷ്മമായി മനനം ചെയ്ത് നമ്മൾ ഗ്രഹിക്കണം. അപ്പോൾ സാധന ചെയ്യാനുള്ള പ്രേരണ നമുക്കും കിട്ടും. നമ്മൾ ഓരോരുത്തരും മഹാബലിയെ പോലെ തന്നെ 3 ലോകത്തെയും അതുപോലെ അവനവനെയും സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പറ്റുന്നത്. ശരീരവും മനസ്സും ബുദ്ധിയും ഉള്ളപ്പോൾ പല സുഖങ്ങളും കിട്ടിയെന്ന് വരാം. പക്ഷെ സുഖങ്ങൾ ഒരിക്കലും സുഖം മാത്രമായി വരില്ല, ഒപ്പം ദുഃഖവും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് അനുഭവിക്കുന്ന അനുഭവങ്ങളിൽ മിശ്രമായ അനുഭവങ്ങളെ സാധ്യമാകൂ. ശുദ്ധമായ ആനന്ദം കിട്ടണമെങ്കിൽ സ്വരൂപാനന്ദം മാത്രമേ വഴിയുള്ളൂ. അതായത് സ്വരൂപബോധം മാത്രമേ വഴിയായിട്ടുള്ളൂ. ആ സ്വരൂപബോധത്തെ നേടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്നുള്ള ഉപദേശമാണ് ഈ കഥയിലുള്ളത്. ആ ഒരു ഉപദേശത്തെ സ്വീകരിച്ച് ആത്മാർത്ഥമായി സാധന ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ മഹാബലിക്ക് കിട്ടിയതുപോലെ തന്നെ നമുക്കും സുതലം കിട്ടും. അതായത് സ്വരൂപാനന്ദം സിദ്ധിക്കും. ഇതാണ് മഹാബലിയുടെ തത്വം. ഈ തത്വത്തെ ഉൾക്കൊണ്ട് വേണം ആ കഥയെ ഓർക്കാൻ. ആ സമയത്ത് മാത്രമേ ആ കഥ സാർത്ഥകമാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഉപദേശത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥയുടെ വിചിന്തനത്തെ ആ ഭഗവാൻ വാമനമൂർത്തിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹരിയോ.